സർഗ കൈരളിയുടെ കോമളപുരം കഥയിലേക്ക് സ്വാഗതം. ബ്രാഹ്മണനും ഇന്ദ്രനും. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. അയാൾക്ക് മനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. ആ പൂന്തോട്ടത്തെ നല്ലതുപോലെ സംരക്ഷിച്ചു പോന്നു. അതിൻ്റെ ഭംഗിയിൽ അയാൾ അഹങ്കരിച്ചിരുന്നു. ധാരാളം ആൾക്കാർ പൂന്തോട്ടം കാണാൻ വന്നിരുന്നു. എല്ലാവരെയും തോട്ടം കാണിക്കുകയും ചെടികളെ പരിചയപ്പെടുത്തുന്നതിലും അയാൾ വളരെ സന്തോഷവാനായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു പശു തോട്ടത്തിൽ വന്നു. അയാൾ വളരെ സ്നേഹപൂർവ്വം ലാളിച്ചു വളർത്തിയ ഒരു ചെടി കടിച്ചു തിന്നാൻ തുടങ്ങി. അത് കണ്ടിട്ട് അയാൾക്ക് ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല. ഒരു വടിയെടുത്ത് പശുവിനെ അടിച്ചു. ആ അടി മർമ്മസ്ഥാനത്താണ് കൊണ്ടത്. പശു വീഴുകയും ചാകുകയും ചെയ്തു. അയാൾ പശുവിനെ കൊന്നുവെന്ന വാർത്ത എല്ലായിടത്തും പരന്നു. മനഃപൂർവ്വമല്ലെങ്കിലും ബ്രാഹ്മണൻ ചെയ്തത് ഒരു മഹാപാപമാണല്ലോ. അടുത്ത ദിവസം ഗോഹത്യാപാപം ബ്രാഹ്മണനെ ബാധിക്കുവാനെത്തി. ബ്രാഹ്മണൻ അല്പനേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, പശുവിനെ കൊന്നത് ഞാനല്ല. പിന്നെ ആരാണ് ഈ പശുവിനെ കൊന്നത്? ഗോഹത്യാപാപം ചോദിച്ചു. അയാൾ പറഞ്ഞു, നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അധിപതികളായി ഓരോ ദേവന്മാരുണ്ട്. കൈയുടെ അധിപൻ ഇന്ദ്രനാണ്. അതുകൊണ്ട് ഇന്ദ്രനാണ് കൈകൊണ്ട് ഈ പശുവിനെ അടിച്ചതും കൊന്നതും. അതുകൊണ്ട് തന്നെ പാപം എന്നെയല്ല ഇന്ദ്രനെയാണ് ബാധിക്കേണ്ടത്. ഇത് കേട്ടതും ഗോഹത്യാപാപം ഇന്ദ്രൻ്റെ അടുത്തെത്തി. എല്ലാം വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. ഇന്ദ്രനാകട്ടെ ഉടൻ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ രൂപം ധരിച്ച് ബ്രാഹ്മണന്റെ തോട്ടത്തിലെത്തി. ബ്രാഹ്മണനോട് ഇത് ആരുടെ തോട്ടമാണ് എന്ന് ചോദിച്ചു. തോട്ടത്തിൻ്റെ മനോഹാരിതയെ പുകഴ്ത്തി പറയുകയും ആരാണ് ഭംഗിയായി ഈ ചെടികളെല്ലാം വെച്ചു പരിപാലിക്കുന്നതെന്നും കൂടി ചോദിച്ചു. ഓരോ ചെടിയും കൊണ്ടുവന്ന് നട്ടു നനച്ചു വളർത്തുന്നത് ഞാനാണ്. എന്നിട്ട് വൃദ്ധ ബ്രാഹ്മണനെ തോട്ടം മുഴുവൻ കാണിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. വൃദ്ധ ബ്രാഹ്മണൻ തോട്ടത്തെയും ബ്രാഹ്മണനെയും പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം പശു ചത്തുകിടന്ന സ്ഥലത്തെത്തി. പശു ചത്തുകിടക്കുന്നത് കണ്ട് ചോദിച്ചു, അയ്യോ, ആരാണ് ഈ മഹാപാപം ചെയ്തത്? ഒരു കൂസലുമില്ലാതെ ബ്രാഹ്മണൻ പറഞ്ഞു, അത് ഈ കൈയുടെ ദേവനായ ഇന്ദ്രനാണ്. വൃദ്ധന്റെ വേഷം കെട്ടിയ ഇന്ദ്രൻ പറഞ്ഞു, നല്ലത് കാണുമ്പോൾ നിങ്ങൾ ചെയ്തതാണെന്നു പറഞ്ഞ് അഭിമാനിക്കുന്നു. അതുകൊണ്ട് അത് ശരിയല്ല. തോട്ടം നനച്ചുണ്ടാക്കിയ കൈ തന്നെയാണ് പശുവിനെ കൊന്നത്. അതുകൊണ്ട് ഗോഹത്യാപാപവും നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ്. നമുക്കുണ്ടാകുന്ന നല്ലതും ചീത്തയുമായ എല്ലാ അനുഭവങ്ങൾക്കും നാം തന്നെയാണ് ഉത്തരവാദികൾ.